2 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്കിറങ്ങിയ ദൈവപുത്രന്റെ അവതാര ലക്ഷ്യം പരിധികളില്ലാത്ത രക്ഷ ലോകത്തിന് സമ്മാനിക്കുക എന്നതായിരുന്നു. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യാത്മാക്കളെയും ആ രക്ഷയ്ക്ക് അവകാശികളാക്കി തീർക്കുവാനും തന്റെ സദ്വാർത്ത ലോകമെങ്ങും എത്തിക്കുവാനും അവിടുന്ന് പ്രത്യേകമായി ചിലരെ തെരഞ്ഞെടുത്തു. ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം എത്തിക്കുന്നതിനായി ഇന്നും അനേക ശുശ്രൂഷകർ ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളികളായി മാറുന്നു. ഇവരിലൂടെ അപരിമേയവും സമാനതകളില്ലാത്തതുമായ അവിടുത്തെ സ്നേഹം ലോകർ തിരിച്ചറിയുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം ലോകമെങ്ങും എത്തിക്കുക എന്ന സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഉയർന്നുവന്ന ശക്തനായ ഒരഭിഷിക്തൻ. ഭാരത സംസ്കാരത്തിൻ്റെ മഹനീയ ഭാവങ്ങൾ കുടികൊള്ളുന്ന മണ്ണിൽ ക്രിസ്തുവിന്റെ സ്നേഹം പ്രചരിപ്പിച്ച ശുശ്രൂഷകൻ. സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആൾരൂപമായി മാറി ഒരു വലിയ ജനതയ്ക്ക് മാർഗനിർദ്ദേശിയായി മാറിയ പുരോഹിത ശ്രേഷ്ഠൻ ബിഷപ്പ് മാർ ഗ്രേഷ്യൻ മുണ്ടാടൻ തൻ്റെ പ്രവർത്തന വീഥികളുടെ വ്യത്യസ്തത കൊണ്ടും സുവിശേഷ തീഷ്ണത കൊണ്ടും കർത്താവിൻ്റെ അജഗണത്തിനിടയിൽ സമാനതകളില്ലാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്നു. 1970കളിൽ തുടക്കം കുറിച്ച സീറോ മലബാർ സഭ ബിജനോർ രൂപതയുടെ ആദ്യ ഇടയനായി അഭിഷേകം ചെയ്യപ്പെട്ട അദ്ദേഹം ആ ദേശത്തെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുവാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ദൈവവിളി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകുവാൻ തീരുമാനിക്കുന്ന ഓരോ ആത്മാക്കൾക്കും മഹത്തായ മാതൃക കൂടിയാണ് ഈ ഇടയൻ. അഭിവന്യ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശക്തനായ ശുശ്രൂഷകനെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ ജീവിതകാലത്തുടനീളം ദൃശ്യമാണ്. തീഷ്ണമതിയായ ഒരു മിഷണറിക്ക് അടിത്തറ പാകുവാനുതകുന്ന അനുഗ്രഹീതമായ ഒരു കുടുംബാന്തരീക്ഷമാണ് അതിൽ പ്രധാനം. ശൈശവം മുതൽ യൗവനാരംഭം വരെയും ഒരു വ്യക്തിയിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന കുടുംബത്തിൻ്റെ തികവാർന്ന ഒരു ചിത്രം നാം ഇവിടെ കാണുന്നു. പ്രാർത്ഥനയിലും ആത്മീയ ബോധ്യങ്ങളിലും വളരുവാൻ ഓരോ വ്യക്തിയെയും മറ്റു കുടുംബാംഗങ്ങൾ എത്രമാത്രം സഹായിക്കുന്നുവെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വളരെയേറെ വിശ്വാസമുള്ളതായ ഒരു കുടുംബ പാരമ്പര്യം എനിക്കുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ ധാരാളം ദൈവവിളികൾ ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ആ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്ന ദൈവവിളികൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ സഹോദരൻ ഒരാൾ വൈദികനായിരുന്നു. പെങ്ങൾ ഒരാൾ ഒരു സന്യാസിനിയായിരുന്നു. അമ്മയുടെ 2 അനുജത്തിമാർ അവർ സന്യാസിനികളായിരുന്നു. അതിനു മുൻപിലത്തെ തലമുറകളിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വൈദികരും സന്യാസികളുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥന ചെല്ലാതെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കായാൽ പോലും ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് കിട്ടുകയില്ലായിരുന്നു. അപ്പൻ ജോലികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം ഞങ്ങൾ ഇന്നത്തെ ദിവസങ്ങളത്തെ അനുഭവങ്ങളൊക്കെ അങ്ങുമെങ്ങും പങ്കിടും. ഞങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ പറയും, മാതാപിതാക്കന്മാർ അവരുടെ കാര്യങ്ങൾ പറയും. അങ്ങനെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാണ്.
അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ അവർ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്ന വ്യക്തികളാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഈ അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോഴും അവർ പ്രാർത്ഥിക്കുകയായിരിക്കും. അതിനുശേഷം ഞങ്ങൾ ഉറങ്ങിപ്പോകും, അപ്പോഴും അവർ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് എൻ്റെ മനസ്സിലെല്ലാം ഇപ്പോഴും ഓർമ്മ വരുന്നത്. അതുപോലെ അവർ കഴിയുന്നിടത്തോളം ദിവസങ്ങളിൽ പള്ളിയിലൊക്കെ പോകും. വളരെ ദൂരം ഉണ്ടായിരുന്നു, ചെളിയും വെള്ളമൊക്കെ ചവിട്ടി പോകേണ്ടതായ സാഹചര്യങ്ങളായിരുന്നു. എങ്കിലും അവർ കഴിയുന്നത് പോലെ പള്ളിയിൽ പോകാൻ എല്ലാ ദിവസവും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഞങ്ങളെ എല്ലാവരെയും വളരെ ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ്. അതുപോലെ ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ വീട്ടിൽ ഒരു നിയമമുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി പാതിരാക്കി എഴുന്നേറ്റ് ഇരുന്ന് ആരാധന, 1 മണിക്കൂർ ആരാധന നടത്തൽ ഞങ്ങളുടെ ഒരു രീതിയായിരുന്നു. അതിൽ അപ്പൻ ഞങ്ങളെ സമയമാകുമ്പോൾ വിളിക്കും, ഞങ്ങൾ എഴുന്നേൽക്കും. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം സമയം ആരാധന എന്നുള്ള രീതിയിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും, പാട്ടുകൾ പാടും. അതെല്ലാം കഴിയുമ്പോഴേക്കും കോഴി കൂവുന്ന ആ സ്വരം ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു കൃത്യമായ അതൊക്കെ നോക്കി ചെയ്യാനായിട്ടൊക്കെ അപ്പനൊക്കെ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അമ്മയും ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. നൊയമ്പ് കാലങ്ങളിൽ വെള്ളിയാഴ്ചകളിലൊക്കെ എല്ലാം വീട്ടിൽ കുരിശിൻ്റെ വഴി ഞങ്ങൾ നടത്തിയിരുന്നു. പള്ളിയിൽ പോകാൻ സാധിച്ചാലും സാധിച്ചില്ലേലും വീട്ടിൽ ഞങ്ങളത് നടത്തിക്കൊണ്ടിരുന്നു എല്ലായ്പ്പോഴും. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ദൈവവിളി വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തികച്ചും അനുഗ്രഹീതമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ദൈവകൃപയിൽ ആത്മീയ ബോധ്യങ്ങളുടെ സമ്പന്നതയിൽ വളർന്നു വരുവാൻ ദൈവം അനുവദിച്ച ബാല്യകാലത്തെക്കുറിച്ച് അഭിവന്യ പിതാവ് സ്മരിക്കുമ്പോൾ പൂർണ്ണമായും സന്തോഷം നിറഞ്ഞ ഒരു ഭൂതകാലമായിരുന്നില്ല തൻ്റേതെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ചെറുപ്പം മുതൽ ഏറെ വേദനകളുടെയും സഹനങ്ങളുടെയും അനുഭവങ്ങളിലൂടെയും ദൈവം കരം പിടിച്ച് നടത്തിയിരുന്നു. സഹോദരങ്ങളുടെയും മാതാവിൻ്റെയും അകാല വിയോഗവും ഗുരുതരമായ രോഗാവസ്ഥകളും പിതാവിൻ്റെ ശാരീരിക ബലഹീനതകളും തുടങ്ങി കണ്ടും അനുഭവിച്ചും വളരുവാൻ ദൈവമിടയാക്കിയ സഹനാനുഭവങ്ങൾ, തനിക്കു നൽകിയ ബോധ്യങ്ങൾ വളരെ വലുതായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ 7 മക്കളാണ് ഉണ്ടായിരുന്നിരുന്നത്. അതിൽ 2 മക്കൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ടൈഫോയിഡ് എപ്പിഡമിക് വഴിയായിട്ട് മരിച്ചു പോകാനിടയായിട്ടുണ്ട്. 20 ദിവസത്തിനുള്ളിൽ 2 പേര് മരിച്ചു പോകാനിടയായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ മത്തിയാസ് മുണ്ടാടനച്ചൻ അന്ന് ആസ്പയറൻ്റായിട്ട് CMI സഭയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും മൂത്ത പെങ്ങൾ അതേ സമയത്ത് CMC സഭയിൽ നൊവിഷ്യേറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ 2 പേരുടെയും മരണത്തോടുകൂടി ശക്തമായിട്ടുള്ളതായ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പെങ്ങൾ മരിക്കുന്നതോടുകൂടി എനിക്കും ശക്തമായിട്ടുള്ളതായ പനി ആരംഭിച്ചു. ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പനി ഉണ്ടായത് എനിക്കാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബ വൈദ്യന്മാർ അവർ പരിശ്രമിച്ച് എന്നെ ആ രോഗത്തിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ 2 സിസ്റ്റേഴ്സാണ് എനിക്കുണ്ടായിരുന്നത്. ആ 2 പേരും വിവാഹം കഴിച്ചു. അവർ 2 പേർക്കും 4 കുട്ടികളുണ്ട്. ഈ
പെങ്ങന്മാരും അവരുടെ കുട്ടികളുമാണ് എൻ്റെ കുടുംബമായിട്ട് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പട്ടമേറ്റ് 64 70 അമ്മ അസുഖമായിട്ട് മരിച്ചു. പിന്നീട് ഞാൻ 72 എൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്ന അവസരത്തിൽ അപ്പൻ ഉണ്ട്. പക്ഷേ അപ്പൻ അതിനു മുമ്പ് തന്നെ ഒരു സ്ട്രോക്ക് ഉണ്ടായി കിടപ്പിലായിരുന്നു. ഒരു ദിവസം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഓടി വന്ന് വേദനയാണ്, വിഷമമാണെന്നൊക്കെ പറഞ്ഞ് കിടന്നു. അതൊരു സ്ട്രോക്കായിരുന്നു. വളരെയേറെ ചികിത്സകളൊക്കെ നടത്തി. അങ്ങനെ അപ്പൻ വളരെയേറെ ഒരു 13.5 വർഷം അങ്ങനെ ബെഡ് റിഡനായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പന്. അവരുടെയൊക്കെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ സഹനങ്ങളൊക്കെ ഞങ്ങളെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അതൊക്കെ സഹിക്കുന്നത് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെയധികം പ്രേരണാജനകമായിരുന്നു. വളരെ ഒരു കംപ്ലയിൻറ്റും കൂടാതെ കൊണ്ട് അവരതൊക്കെ ചെയ്യുമായിരുന്നു. അഭിവന്യ ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവിൻ്റെ ബാല്യകാലത്ത് ദൈവം അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകിയ ഏറെ മാർഗദർശികൾ ഉണ്ടായിരുന്നു. ആ ഹൃദയത്തിൽ തേജസ്സുറ്റ പ്രേഷിത ചൈതന്യം വളർത്തിയെടുക്കുവാൻ മാതൃകകളായി തീർന്ന ഏറെ വൈദിക ശ്രേഷ്ഠർ. അന്നോളം തനിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങളുടെയും മാതൃകാ വ്യക്തിത്വങ്ങളുടെയും പിൻബലത്തിലാണ് പ്രേഷിത വേലയ്ക്കായി ജീവിതം മാറ്റിവയ്ക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. അതിനു പിന്നിൽ മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയർപ്പണത്തോട് ചേർന്ന് ജീവൻ ത്യജിക്കുവാൻ പോലുമുള്ള സന്നദ്ധത ദൈവം അദ്ദേഹത്തിൽ നിക്ഷേപിച്ചിരുന്നു. വരും കാലത്ത് മഹത്തായ ഏറെ ദൗത്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനുള്ള വലിയൊരു ശുശ്രൂഷകനെ ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു. കൂനമ്മാവ് സെൻറ്റ് ജോസഫ്സ് മോണസ്ട്രിയിലെ അച്ഛന്മാർ, അവരുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമാണ്. ഞാൻ അവിടെ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്നിരുന്നു. അവിടെ അടുത്തുള്ളതായൊരു സ്കൂളിലാണ്, സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ അച്ഛന്മാരുമായിട്ടുള്ളതായ ബന്ധം, അവിടുത്തെ സുഡാലിറ്റി, വേദോപദേശ ക്ലാസ്, അതുപോലെ യൂത്ത് ലീഗ്, ഇതിനകത്തൊക്കെ വളരെ ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിക്കാനൊക്കെ സാധിച്ചിരുന്ന അവസരങ്ങളിലൊക്കെ ഈ അച്ഛന്മാർ ഞങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നും ഞങ്ങളത് വളരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടായത്. അതും ഒരു മിഷണറി ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത്. അന്ന് കൂനമ്മാവ് സെൻറ്റ് ജോസഫ് മോണസ്ട്രിയിൽ പ്രിയവരായിരുന്ന ഒരു മാവുരൂസച്ചനുണ്ടായിരുന്നു. പിന്നീട് സഭയുടെ ജനറാളൊക്കെയായി, വളരെ നാൾ ജനറാളായി സഭയിൽ വലിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന്, വികാസങ്ങൾ വരുത്തുന്നതിന് കാരണക്കാരനായിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഞങ്ങളെ മിഷന് പോകാനായിട്ടൊക്കെ ധാരാളം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ മിഷൻ ചൈതന്യം ഞങ്ങളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. മിഷനിൽ പോവുക, അവിടെ ഈശോയെ അറിയിച്ചു കൊടുക്കുക, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈശോയിലുള്ള വിശ്വാസത്തിൽ അവരെ വളർത്താൻ പരിശ്രമിക്കുക. അതിൻ്റെയൊക്കെ ഫലമായിട്ട് വേദസാക്ഷിത്വം വഹിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള ഒരു രീതിയിൽ അതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അതൊക്കെ ഞങ്ങളെ ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ സ്കൂളിലും ഞങ്ങളുടെ അധ്യാപകന്മാരും ഒക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ജോസഫ് സാറുണ്ടായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും ഞങ്ങളെ വളരെ ഡിസിപ്ലിൻഡായിട്ട് വളർത്തുന്നതിനും അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഞങ്ങളെ സ്വാധീനിക്കുന്നതിനുമൊക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ദൈവവിളി ഒക്കെ ഉണ്ടാകാനിടയായത്. അഭിവന്യ ഗ്രേഷ്യൻ പിതാവ് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലത്തെത്തിയപ്പോഴേക്കും
അദ്ദേഹത്തിൻ്റെ മുതിർന്ന സഹോദരനായ ബഹുമാനപ്പെട്ട മത്തിയാസ് മുണ്ടാടൻ അച്ഛൻ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ തികഞ്ഞ പ്രേക്ഷിത തീഷ്ണതയും സാമൂഹിക സേവന തൽപരതയും ഉൾക്കൊള്ളുന്ന CMI സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുവാൻ മത്തിയാസച്ചൻ്റെ പ്രേരണയുമുണ്ടായിരുന്നുവെന്ന് അഭിവന്യ പിതാവ് ഓർമ്മിക്കുന്നു. ദൈവം തൻ്റെ മുദ്ര പതിപ്പിച്ച ഒരാത്മാവിൻ്റെ മേൽ അവിടുത്തെ കരം എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യമാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിർണായകമായ ഒരു ജീവിത വീഥിയിലേക്ക് ദൈവം അദ്ദേഹത്തെ കരം പിടിച്ച് നയിക്കുകയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ അന്ന് മത്തിയാസച്ചൻ പട്ടം ഏൽക്കുന്ന അവസരമായി 2 വർഷത്തേക്ക് കൂടിയുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്തുണ്ടായ വിചാരം മിഷന് പോകണമെന്നായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ സീറോ മലബാർ സഭയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പൊതുവെ ധാരാളം പേര് മിഷനിലേക്ക് പോകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു, ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മിഷനിൽ പോവുക എന്ന് പറഞ്ഞാൽ മിഷനിൽ ചെന്ന് അവിടെ ഈശോയെ അറിയാത്തവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനും ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു വേദസാക്ഷിയായി മരിക്കുന്നതിനുമൊക്കെയുള്ളതായ ആഗ്രഹമാണ് ഞങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നിരുന്നത്. എൻ്റെ സതീർത്ഥരായിട്ടുള്ള പലരിലും അതുപോലെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാനും അത് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഈശോ സഭയിൽ ചേർന്ന് കൽക്കട്ടയിൽ ബെൽജിയം പ്രോവിൻസിൻ്റെ ഒരു അംഗമായി ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അതിനുവേണ്ടി അപേക്ഷ അയച്ചു. അതയച്ചപ്പോൾ ആലപ്പുഴ ലിയോ 13 സ്കൂളിൻ്റെ നോട് ബന്ധപ്പെട്ട് അവിടുത്തെ റെക്ടറച്ചിനെ കണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ അച്ഛനും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ആ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ റെക്ടറച്ചൻ പറഞ്ഞു 2 വർഷം കൂടി ഇൻ്റർമീഡിയറ്റ് കേരളത്തിൽ തന്നെ പഠിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തേവരെ 2 വർഷം പഠിക്കുവാനായിട്ട് ചേർന്നു. അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ആധ്യാത്മിക നിയന്താവുണ്ടായിരുന്നു. അതാണ് ഫാദർ ഡിസ്മാസ് CMI. അദ്ദേഹമാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നിരുന്നത്. 2 വർഷത്തിൻ്റെ അവസാനമായപ്പോൾ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, എന്താണ് തീരുമാനിച്ചത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ മിഷന് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, ഇവിടെ CMI സഭയിൽ ചേർന്നാൽ പോരെ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മിഷന് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, CMI സഭയിൽ മിഷനൊക്കെ കിട്ടാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചേരുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ കുറേ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് CMI സഭയിൽ ചേരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള തൻ്റെ വീക്ഷണങ്ങളും ബോധ്യങ്ങളും അഭിവന്യ പിതാവ് നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ മഹത്തായ ആ ദൈവവിളിയുടെ ദൈവികമായ സവിശേഷതകൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവ് തനിക്ക് പകർന്നു നൽകിയ തിരിച്ചറിവുകളുടെയും ദൈവം പ്രത്യേകമായി തുറന്നുതന്ന അവസരങ്ങളുടെയും വെളിച്ചത്തിൽ 1964 പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച അദ്ദേഹം ഇന്നോളം ആ തീഷ്ണതയിൽ മുന്നേറുവാൻ പരിശ്രമിച്ചിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയർപ്പണത്തിൻ്റെ തികവിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ, ആ മഹായാഗത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുവാൻ ഓരോ നിമിഷവും ആഗ്രഹിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ ദിവ്യബലിയർപ്പണം വലിയ ആത്മീയ അനുഭവമായി ഏവരും പങ്കുവയ്ക്കുന്നു. സുവിശേഷത്തിൻ്റെ പ്രേഷിത തീഷ്ണതയോടും കുരിശിലെ ബലിയോടും എന്നും ചേർന്നു നിൽക്കുവാൻ മനസ്സായതിന് ദൈവം നൽകിയ സവിശേഷമായ അംഗീകാരമായിരുന്നു ഈ ജീവിതം.
പട്ടം കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈശോയുമായിട്ട് താതാത്മ്യപ്പെടുന്നതിനും ഈശോയെ സ്വന്തമാക്കുന്നതിനും ആ ഈശോയോടൊപ്പം തന്നെ ആ പിതാവിന് ബലിയർപ്പിക്കുന്നതിനുമൊക്കെ സാധിക്കുക, ഇതൊക്കെ വളരെ പ്രത്യേകമായിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമായിരുന്നു. അതിന് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് അന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നു. പട്ടം കിട്ടിയ അവസരങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി, കാരണം പട്ടം കിട്ടി ആദ്യമായിട്ട് ദിവ്യബലി അർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു സാഫല്യം അടഞ്ഞ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത്. ഒരു വൈദികനായി തീർന്നു എന്നുള്ളത് ഈശോയുമായിട്ടുള്ളതായ ഈശോയുടെ പൗരോഹിത്യത്തിൽ ഭാഗഭാഗിത്വം സ്വീകരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുക. പിന്നെ ആ ബലിയർപ്പണത്തിൽ എനിക്ക് എല്ലായ്പ്പോഴും വലിയ അനുഭവങ്ങളാണ് എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുള്ളത്. വെറുതെ ഇങ്ങനെ പോയി ഒരു ബലി അർപ്പണം നടത്തി പോരുക എന്നുള്ള അതെനിക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുകയും അതുപോലെ തന്നെ വേണ്ട വിധത്തിൽ പ്രാർത്ഥനകളൊക്കെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലൊക്കെ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുകയും, എൻ്റെ വിചാരം ഞാനത് ദിവ്യബലി അർപ്പിക്കുമ്പോൾ ആ ദിവ്യബലിയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടാകണം. അവിടെ ആ വലിയ വ്യത്യാസങ്ങൾ, ആ അനുഭവങ്ങൾ ഉണ്ടാകണം. ആ ബോധ്യത്തോടു കൂടിയാണ് ഞാനതെല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കതെപ്പോഴും ഇന്നും അതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുമാത്രം അനുഭവങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പലരും അതിനെക്കുറിച്ച് സന്തോഷത്തോടു കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുർബാനകളെ സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ വെറുതെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകില്ലെന്നല്ല, പക്ഷേ മനുഷ്യരെ യഥാർത്ഥത്തിൽ സ്പർശിക്കുന്നത് അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചെങ്കിലേ നമുക്ക് ആളുകളെ വാസ്തവത്തിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് തീർച്ചയാണ്. വെറുതെ ഇങ്ങനെ ഒരുപടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ആളുകൾക്കുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിലും എനിക്കുണ്ടായ ഒരു വലിയൊരു ഒരു 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 അവബോധവും അനുഭവവും അത് തന്നെയാണ്. ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം എത്തിക്കുവാനുള്ള പ്രേക്ഷിത തീഷ്ണതയിൽ വളർന്നു വന്ന ശ്രദ്ധേയനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ ജീവിതം ദൈവേഷ്ടത്തിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തപ്പോൾ ആ ജീവിതം അത്ഭുതങ്ങൾക്ക് കാരണമായി മാറി. അനേകാത്മാക്കൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അനേകർ പ്രകാശത്തിലൂടെ സ്വർഗയാത്ര ചെയ്തു. ഈ അഭിവന്യ വൈദിക ശ്രേഷ്ഠന്റെ മാതൃക പിന്തുടർന്ന് അനേകർ ദൈവരാജ്യത്തിൻ്റെ സേവകരായി ലോകത്തിലേക്കിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ചെന്നപ്പോൾ മിഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥിതിയിൽ മീററ്റ് രൂപതയിൽ നിന്ന് ഒരു ഭാഗം മുഴുവനും ഏകദേശം 1.25 കേരളത്തിൻ്റെ 1.25 വലിപ്പമുള്ളതായ ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലം മുഴുവനും ഇങ്ങനെ തിരിച്ച് തന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചു. അവിടുത്തെ എക്സാർക്കായിട്ടാണ് എന്നെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്ത് അങ്ങോട്ട് അയച്ചത്. ഞാനവിടെ ചെന്നപ്പോഴെനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു. കാരണം അവിടെ ഒന്നുമില്ല. തെക്കേയറ്റത്ത് നിന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, വടക്കേയറ്റത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ ഞങ്ങളെ വളരെ സംശയത്തോടു കൂടിയാണ് എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ വന്നിട്ട് ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. ഞങ്ങൾ ചെന്ന് അധികം താമസിയാതെ കൊണ്ട് തന്നെ അവർ പത്രങ്ങളിലൊക്കെ, അവിടുത്തെ ലോക്കലായിട്ടുള്ള പത്രങ്ങളിലൊക്കെ എഴുതാനൊക്കെ ഇടയായി. ഇവർ വന്നിരിക്കുന്നത് നമ്മുടെ റിലിജ്യനെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈസായികളിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു പത്രത്തിലൊക്കെ എഴുതാനിടയായി. ഞങ്ങളൊന്നും പറയാനായിട്ടൊന്നും റിയാക്ട് ചെയ്യാനൊന്നും പോയില്ല.